എല്ലാവർക്കും ടെക് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശരിക്കും നമ്മൾ നോക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ്, കുറേ നാളുകൾ മുന്നേ വരെ നമ്മളെല്ലാവരും തന്നെ ഫോണുകളിൽ ഒരു റിമൂവബിൾ ബാറ്ററികളായിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും ഇപ്പോൾ വരുന്ന ഫോണുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിമൂവബിൾ ബാറ്ററി ഒരു ഫോണിൽ തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഫോണുകളാണ് കൂടുതൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കമ്പനികൾ വൈഡ്ലി ഈ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്തത് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് കൊമേഴ്ഷ്യൽ ആൻഡ് ടെക്നിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സുകൾ എന്തെല്ലാമായിരിക്കാം കമ്പനികൾ മാനദണ്ഡമായിട്ട് എടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നോൺ റിമൂവബിൾ ബാറ്ററി, അതായത് ഇൻബിൽട്ട് ബാറ്ററി ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക സ്മാർട്ട് ഫോണിലും, നോൺ സ്മാർട്ട് ഫോൺ അല്ല, സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് റീസൺ എന്ന് പറയുന്നത്, നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻറ്റേർണൽ ബാറ്ററി, അതായത് ഇൻബിൽട്ട് ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫോൺ സ്ലീക്ക് ഡിസൈൻ ആക്കാൻ പറ്റും. നിങ്ങൾ ഇപ്പോഴത്തെ ഫോൺ ശ്രദ്ധിച്ചാൽ കാണാം, ഓരോ ഫോണിൻ്റെ മോഡൽ വരും തോറും എത്രത്തോളം സ്ലിം ആക്കാൻ പറ്റും എന്നുള്ള ഇതിലാണ് ഓരോ ഫോണുകാരും, ഓരോ കമ്പനിയും, ഓരോ മാനുഫാക്ചേഴ്സും ഫോണുകൾ ഇറക്കുന്നത്. ആദ്യത്തെ അത്രയും തിക്നെസ്സോ കാര്യങ്ങളോ ഇപ്പോൾ വരുന്ന ഫോണുകൾക്കില്ല. അതായത് നമുക്ക് സ്ലിം ആക്കാൻ പറ്റും, അതായത് വളരെ ലൈറ്റ് ആൻഡ് വെയിറ്റ് ആയിട്ട് വളരെ സ്ലിം ഡിസൈനിൽ സാധനം ഇറക്കാൻ പറ്റുമെന്നുള്ളത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ തിങ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഇപ്പം മിക്കതും വെതർ പ്രൂഫ്, വാട്ടർ പ്രൂഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വരുന്നതാണ്. സോ ഒരു ബൈക്കിൽ റിമൂവബിൾ ആയിട്ടുള്ള ബാറ്ററി പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫോണിനുള്ളിൽ ഈ ഡസ്റ്റ്, അതേപോലെ തന്നെ വാട്ടർ പാർട്ടിക്കിൾസ് ഒക്കെ കയറാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് വാട്ടർ പ്രൂഫ് കോൺസെപ്റ്റിലോട്ട് വരുമ്പോഴത്തേനും അവർ കൂടുതലും ഇൻബിൽട്ട് ബാറ്ററിയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഇൻബിൽട്ട് ബാറ്ററി അല്ലാതെ നോൺ റിമൂവബിൾ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബാറ്ററി റിമൂവ് ചെയ്യുമ്പോൾ അതിനൊരു ബാക്ക് പ്ലെയിൻ ഉണ്ട്. ബാറ്ററി പ്ലേസ് ചെയ്യുന്ന ഒരു കട്ട പോലെ ഒരു പ്ലേസ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ പ്ലേസും കൂടെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ തിക്നെസ് കുറച്ചുകൂടെ അങ്ങ് കൂടും. ഓക്കെ, പിന്നെ റിമൂവബിൾ ചെയ്യുന്നതിൻ്റെ ആ കവർ എല്ലാം കൂടെ കൂടി കഴിയുമ്പോഴത്തേനും ഫോണിന് കുറച്ചുകൂടെ കട്ടി കൂടും. സോ ഇത് അവർക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ സ്ലീക്ക് ഡിസൈനിലോട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൻ്റെ ആക്സസിബിലിറ്റി കമ്പനികൾക്ക് കൂട്ടുക എന്നുള്ളത്. ഇപ്പോൾ മിക്കവർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൻ്റെ കുറച്ച് മോശം സർവീസുകളും കാര്യങ്ങളും. സോ അവർ കൂടുതൽ അവോയ്ഡ് ചെയ്തിട്ട് ഏതെങ്കിലും നല്ല ടെക്നീഷ്യനോടെ അല്ലെങ്കിൽ സർവീസ് എക്സ്പെർട്ടിനെ കൊടുക്കുക ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഈ കമ്പനികൾക്ക് ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി, അതായത് കസ്റ്റമറിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ഓതറൈസ്ഡ് സർവീസ് സെൻറ്റേഴ്സ് എന്നുള്ളത്. കാരണം കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കംപ്ലയിൻറ്റുകൾ, അതെങ്കിൽ ഫോണിന് വരുന്ന അപ്ഗ്രഡേഷൻ, അതായത് ഈ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക്സ് വെച്ചിട്ടാണ് വീണ്ടും ഒരു മോഡൽ പ്രിഫർ ചെയ്യുക. സോ അപ്പം കൂടുതലും വരുന്ന എന്താണ്, പിന്നെ അതേപോലെ തന്നെ ഇൻബിൽട്ട് ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഒരു സാധാരണ ടെക്നീഷ്യനോ കാര്യങ്ങളോ, ഇപ്പോൾ ആപ്പിളിൻ്റെ ഒക്കെ ഫോണാണെന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാർക്കൊന്നും ഈ പറഞ്ഞ പോലെ ഒരു മൊബൈൽ ടെക്നീഷ്യനൊന്നും തന്നെ അത് ഒന്നും നേരെയാക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ പ്രത്യേക രീതിയിലുള്ള ക്ലിപ്പുകൾ, പ്രത്യേക രീതിയിലുള്ള കണക്റ്റേഴ്സ്, ഇത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത് ചിലപ്പം ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ ആയിട്ടുള്ള ആക്സസിബിലിറ്റി കൂട്ടുക എന്നുള്ളതും ഇതിനൊരു കാര്യമുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അത് റിമൂവബിൾ ബാറ്ററി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം പോയി പിന്നെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ചൈനീസ് മേക്കോ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബ്ലാസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ നടക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ വീണ്ടും ബാധിക്കും. കാരണം വാർത്ത വരുമ്പോൾ എന്തായാലും ആ ഫോൺ പൊട്ടിത്തെറിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതായിരിക്കും. സോ അതും ഇതിലൂടെ ഒഴിവാക്കാൻ പറ്റും. ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവരൊരിക്കലും ഈ പറഞ്ഞ ലോക്കൽ ബ്രാൻഡിൻ്റെ സാധനം അവർ പ്രൊവൈഡ് ചെയ്യില്ല. അത് കമ്പനി സാധനങ്ങൾ അവരുടെ പ്രൈസിൽ അവർ ഇടുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ളൊരു മൾട്ടിപ്പിൾ ഡൈവേഴ്സ് ആയിട്ടുള്ള റീസൺസാണ് ഇപ്പോൾ നമ്മൾ ഈ നോൺ റിമൂവബിൾ ബാറ്ററി ആയിട്ടുള്ള ഫോണുകൾ സ്മാർട്ട് ഫോണിൽ വരാത്തത്. പിന്നെ വേറൊരു കാര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ, എല്ലാവരുടെയും മൈൻഡിൽ, ഒട്ടുമിക്ക കമ്പനികളുടെ മൈൻഡിലുള്ളൊരു കമ്പനിയാണ് ആപ്പിൾ, ഡിസൈൻ വൈസ്. സോ ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഗ്രേഡേഷൻ വെച്ചിട്ട് അവർ പറയുന്നത് ഒരു രീതിയിലുള്ള പോർട്ടുകളും ഇല്ല. അതായത് മെമ്മസ്റ്റിക്കിന് ഇപ്പോൾ അവർ ഒഴിവാക്കുകയാണ്, ഹെഡ്സെറ്റ് കുത്തുന്ന ഇതില്ല, ചാർജറിൻ്റെ പോർട്ടുകളില്ല, ഒരു പോർട്ടും ഇല്ലാത്ത രീതിയിലുള്ള ഫോണുകൾ ഇറക്കി വളരെ സ്ലീക്ക് ഡിസൈനിൽ ഫോണുകൾ ഇറക്കാനാണ് ആപ്പിൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അവരെ എയിം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെ ഇത് ചെയ്തുകൊണ്ടാണ് ഒരു എന്താ പറയുന്നത് മെൻറ്റർ പോലെ, അല്ലെങ്കിൽ കണ്ടുകൊണ്ടാണ് ബാക്കി എല്ലാ ഫോൺ കമ്പനിക്കാരും അല്ലെങ്കിൽ ബാക്കി ടെക്നോളജിക്കലിൽ നിൽക്കുന്ന കമ്പനിക്കാരും മുന്നോട്ട് വരുന്നത്. സോ അവരെന്താണോ ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെയായിരിക്കും ബാക്കിയുള്ള കമ്പനികളും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സോ അതും ഒരു റീസൺ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, രഞ്ജിത്ത്.